അദ്ദേഹം ഈ കേസിൽ വളരെ നിർണായകമായ ഒരു സാക്ഷിയാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രതികരണത്തിലേക്ക് നമുക്കൊന്ന് പോകാം. കണ്ടിട്ടുണ്ട്. ഇന്നലെ അവര് താഴെ ഇറങ്ങി വന്നത്. ഈ മോള് ക്യാരി ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമോ? ഇപ്പോൾ ഈ സെക്യൂരിറ്റി ജീവനക്കാരനാണ് അഭയകുമാർ എന്നാണ് ഈ വീട്ടിലെ വീട്ടുടമസ്ഥന്റെ പേരെന്ന് പറയുന്നു. അവർ വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാൻ കിട്ടുന്നല്ലോ. നിങ്ങളോട്ടൊക്കെ സംസാരിക്കായിരുന്നു ഇവരെ? ഇല്ല, അങ്ങനെ ലേഡീസിനോട് അങ്ങനെ ആരോടും അങ്ങനെ കേട്ടില്ല. ഇന്ന് രാവിലെ എന്താ സംഭവിച്ചത്? ചേട്ടൻ ഇല്ലായിരുന്നു ആ സമയത്ത്? ഈ കുട്ടി ഗർഭിണി എന്നുള്ള കാര്യം ആർക്കും അറിയില്ലായിരുന്നു. ചേട്ടൻ ഇവരെയൊക്കെ കാണുന്നതായിരുന്നു സാധാരണ. ഇവരുടെ പേരൊക്കെ എന്താ? ഈ രാവിലെ രാവിലെ ഈ സംഭവം നടക്കുമ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നോ? അപ്പൊ എന്താ സംഭവിച്ച ആ സമയത്ത് ചേട്ടൻ ഒന്ന് പറഞ്ഞു. ഞാൻ 8:05 ഫുഡ് കഴിക്കാൻ കയറി. 8:11 ഈ സംഭവം നടന്നത്. ഞാൻ ഫുഡ് കഴിച്ച് പാത്രം കഴിക്കൊണ്ട് വന്നു കഴിയുമ്പോഴാണ് ഇത് അവിടെ കിടക്കുന്നത്. അപ്പോൾ മറ്റേ ഈ നേവിയുടെ വണ്ടി എടുക്കുന്ന ഡ്രൈവർ അവിടെ നിന്ന് ഫോട്ടോ എടുക്കും. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു കുട്ടി കിടക്കും. അപ്പോൾ അങ്ങോട്ട് പോയപ്പോൾ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു എന്ന് പറഞ്ഞു. തിരിച്ചു വന്നപ്പോൾ അന്നേരം തൊട്ട് ഇവിടെ ഉണ്ട്. നിങ്ങൾ കണ്ടപ്പോഴേ കുട്ടിക്ക് അനക്കെന്തെങ്കിലും ഉണ്ടായിരുന്നു? അനക്കൊന്നുമില്ല. ഈ പെൺകുട്ടിയെ ഏറ്റവും ഒടുവിൽ കണ്ടുവച്ചതായിരുന്നു. ഇന്നലെ കണ്ടായിരുന്നു. ഇന്നലെ കണ്ടപ്പോഴും ഗർഭിണി എന്നുള്ള സൂചനയൊന്നും മനസ്സിലായില്ല. അങ്ങനെ ഒരു സൂചന നമുക്കങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ടൈം കിട്ടുന്നുണ്ട്. നമ്മൾ കൂടുതൽ അങ്ങനെ ശ്രദ്ധിക്കാം. കൊച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ച് കഴിയുമ്പോൾ മറ്റൊരു പേരില്ല. ഞാനങ്ങനെ കൂടുതൽ ലേഡീസിനെ ശ്രദ്ധിക്കുമ്പോൾ ഇപ്പോൾ നമുക്കില്ല. നമ്മളായിട്ട് വർത്തമാനം പറയും, കാര്യങ്ങൾ പറയും. പിന്നെ എന്തെങ്കിലും കാര്യം ചോദിച്ചാൽ എൻ്റെ മറുപടി പറയാം. അവളുടെ വീട്ടിൽ മറ്റാരെങ്കിലും അടുത്ത ദിവസങ്ങൾ താമസിക്കാൻ വന്നിരുന്നോ? അങ്ങനെ ആരും വരാറില്ല. പെൺപിള്ളേരൊക്കെ വരാറില്ല. എത്ര കാലമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്? അടുത്തുള്ള ഫ്ലാറ്റിൽ പറഞ്ഞ 15 വർഷമായെന്നാണ് പറയുന്നത്. പുറത്തുനിന്ന് മറ്റ് പെൺകുട്ടികൾ ഈ ഫ്ലാറ്റ് ലിസ്റ്റിലായിട്ട് വരാറുണ്ട്. അത് വരാറ്. അത് നമ്മൾ അവർ ആര് വന്നു കഴിഞ്ഞാലും പിന്നെ ഫ്രണ്ടിൽ ബുക്ക് നമ്മൾ പേര് നമ്മൾ രജിസ്റ്റർ കൃത്യമായിട്ട് സൂക്ഷിക്കുന്നുണ്ട്. സൂക്ഷിക്കുന്നുണ്ട്. പുറത്തുനിന്ന് ആൾ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റായിട്ട്. ഇന്നത്തെ ദിവസം പുറത്തുനിന്ന് ആരും വന്നിട്ടില്ലല്ലോ അല്ലേ? അവർ പുറത്തോട്ട് പോയില്ല. ചേട്ടാ, അസ്വാഭാവികമായി എന്തെങ്കിലും ഇന്നലെ രാത്രിയിലോ ഇന്നലെ പകലോ ഒക്കെ ഫീൽ ചെയ്തിരുന്നോ? എന്ന് പറഞ്ഞാൽ 10 മണി വരെ ഞാൻ വിടണം. 10 മണിക്ക് ഗേറ്റ് അടച്ചു കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്ന് ആരും അകത്തോട്ടും കയറിയല്ല. അത് ഇവിടെ ഉള്ളവരല്ലാതെ വേറെ പുറത്തുനിന്ന് അകത്തോട്ട് കയറാൻ പറ്റില്ല. ഇവിടെ രജിസ്റ്ററിൽ എല്ലാ രേഖകളും സൂക്ഷിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും ഇവരുടെ ഫ്ലാറ്റിലേക്ക് ഇന്നലെ രാത്രിയിലോ ഇന്ന് രാവിലെ പുലർച്ചെ വല്ലതും വന്നിട്ടുണ്ടോ? ഇല്ല, അങ്ങനെ പുറത്തുനിന്ന് ആരും വന്നില്ല. ഫുഡൊക്കെ തരുന്നതല്ലേ, ഡെലിവറി വന്നാലേ വരും. ഓക്കെ, ഫുഡ് ഡെലിവറി വരാറുണ്ട്. ഫുഡ് ഡെയിലി വരാറില്ല. കുറേ അവിടെ ഉണ്ടാക്കും. പിന്നെ അത്യാവശ്യം മേടിക്കാറുള്ളൂ. ഹോട്ടലിൽ നിന്ന് വരാറുണ്ട്. ചേട്ടൻ്റെ പേരെങ്ങനെ? എൻ്റെ പേര് കുര്യാക്കോ. എൻ്റെ നാട് ഈ സംഭവത്തിലെ നിർണായക സാക്ഷിയായ സെക്യൂരിറ്റി ജീവനക്കാരനാണ് ചില വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത്. ആ ഫ്ലാറ്റിലെ താമസക്കാരെക്കുറിച്ച് അറിയാം. അവിടെ പുറത്തുനിന്നുള്ള ആളുകൾ വരാറുണ്ട്. പക്ഷേ അതെല്ലാം കൃത്യമായി രേഖപ്പെടുത്തിയ ശേഷമാണ് അവരെ അകത്തേക്ക് കടത്തിവിടാറുള്ളത്. പെൺകുട്ടികൾ അവിടേക്ക് വരാറുണ്ട് എന്നുള്ളൊരു മൊഴിയും അദ്ദേഹം നൽകുന്നുണ്ട്. ഇന്നലെ ഫ്ലാറ്റിൽ അസ്വാഭാവികമായിട്ടൊന്നും സംഭവിച്ചില്ല. രാത്രി 10 മണിക്ക് ശേഷം ആരെയും അകത്തേക്ക് പ്രവേശിപ്പിക്കാറില്ല. ഇവിടെ ആ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളല്ലാതെ മറ്റാരും അകത്തേക്ക് കയറുന്നില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ വേഷത്തിൽ നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെയാണ് തന്നെ. ചിലവർക്ക് വയറുണ്ടാകും, ചിലർക്ക് വയറുണ്ടാവില്ല. അപ്പോൾ നമുക്കതങ്ങനെ കാണുമ്പോഴും അങ്ങനെയുള്ളല്ലോ. കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഇത് ഫ്ലാറ്റിൽ അത് പ്രത്യേകിച്ച് ആരുമായിട്ടും ഇല്ലല്ലോ. എല്ലാവരും അന്നേരം കാണുമ്പം ഉള്ള സംസാരവും ഇടപെടലൊക്കെ ഇല്ല. അങ്ങനെ പുരുഷന്മാരും അങ്ങനെ വരാറില്ല. പിന്നെ ഡെലിവറിക്കാർ, പിന്നെ കൊച്ചുങ്ങൾ കൂട്ടുകാർ വരാറുണ്ട്. അത് 1-2 പേര്. ഇവിടെ രാവിലെ ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. സംസാരിച്ചു. ഇതെവിടുന്നാ ഞാൻ പറഞ്ഞു, ഞാൻ കണ്ടല്ലേ, ഞാൻ ഫുഡ് കഴിക്കാൻ പോയി. അത് കഴിഞ്ഞ് പുള്ളി ഓഫീസിൽ പോകാൻ പറ്റുമെന്ന് വെച്ചാൽ ആരും പുറത്തോട്ടും വിടാലോ, പുറത്തുനിന്ന് അകത്തോട്ടും കയറ്റാലോ എന്ന് പറഞ്ഞു. അതെ, ഒന്നും തോന്നിയില്ല. പതിപോലെ തന്നെ. മറ്റൊരു സംഭവം അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. കൂളായിരുന്നു. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പുള്ളി രാവിലെ വരും. രാവിലെ വന്നാൽ പുള്ളിയുടെ വണ്ടിയാണ്. ഈ വണ്ടി എടുക്കും, കയറി പോകും. അപ്പം ഞാൻ സൈഡ് പറഞ്ഞ പോലെ ഇവിടെ അതെ ബിസിനസ്സാണെന്നാണ് പറഞ്ഞത്. ഒരു 15 വർഷമായെന്നാണ് പറയുന്നത് കേട്ടോ. ഞാനിവിടെ വന്നിട്ട് 11 മാസമേ ഉള്ളൂ. ഇല്ല, അമ്മ പിന്നെ സാറിങ്ങോട്ട് പോകും. പിന്നെ അവർ എവിടെയോ അമ്മയും മോളും കൂടെ എന്തോ ബിസിനസ് എന്തോ ഇതുണ്ടോന്നു അല്ല, എന്തോ സാധനം മേടിച്ചിട്ടുണ്ട്. ആരെ? ഞാനിവിടെ 11 മാസം. ഇല്ല, അങ്ങനെ ഒരു
ഇല്ല, ഞാൻ ഇവിടെ ഏറ്റവും മലമ്പ് പിടിക്കാത്തതും ഒരുമാതിരി ന്യായമായ ഒരു അപ്പാർട്ട്മെൻ്റ് ആയിരുന്നു ഇത്. എവിടെ അപ്പാർട്ട്മെൻറ്റിലോ? അപ്പാർട്ട്മെൻറ്റിൽ മൊത്തം ഇത് 20ആണ്. അതിൽ 4 ആൾ, ബാക്കി 16 ആളുണ്ട്. അവരെ 3 പേരെ എനിക്കറിയത്തുള്ളൂ. പുള്ളിയുടെ വൈഫ്, ഈ മോള്. ഇല്ല, ജോലിക്കൊന്നും പോയി. കാരണം 10-20 വയസ്സുണ്ടെന്ന് തോന്നുന്നു, കറക്റ്റ് അറിയത്തില്ല. 20 വയസ്സ് ഇന്നലെ കണ്ടായിരുന്നു. ഇല്ല, അങ്ങനെ ഒരു കണ്ടിരുന്നില്ല. ഇന്നലെ വണ്ടിയിൽ പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് കയറിപ്പോന്ന് കണ്ടായിരുന്നു. അത് അമ്മയും മോളും കൂടാണ് പോയതും വന്നതും. ആ പെണ്ണെങ്കിൽ അങ്ങനെ കാര്യമായിട്ട് സംസാരിക്കില്ല. എന്തെങ്കിലും അത്യാവശ്യം ചോദിക്കാൻ അതിൻ്റെ മറുപടി. ഫ്ളാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ഇന്ന് രാവിലെ 8:05 ഭക്ഷണം കഴിക്കാൻ പോയി. ആ ഭക്ഷണം കഴിച്ച് പാത്രം കഴുകി തിരികെ വരുമ്പോഴാണ് ഈ സംഭവം കണ്ടതെന്നാണ് അദ്ദേഹം പറയുന്നത്. അശ്വതി തുടരുന്നുണ്ട്. അശ്വതി, ചില നിർണായകമായ കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഈ ഫ്ളാറ്റിലെ താമസക്കാരെ കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. എന്താണ് സെക്യൂരിറ്റി ജീവനക്കാരൻ പറയുന്നത്? ലിബീഷ്, അഭയകുമാർ എന്നാണ് ഈ ഗൃഹനാഥൻ്റെ പേര്. അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. അദ്ദേഹവും ഭാര്യയും മകളും, 20 വയസ്സ് പ്രായം തോന്നിക്കുന്ന മകളും ആണ് ഈ ഫ്ലാറ്റിൽ താമസിച്ചിരുന്നത്. അദ്ദേഹത്തിന്, ഈ അഭയകുമാറിന് ബിസിനസ്സാണ് ജോലി എന്ന് പറയുന്നു. അവർ വർഷങ്ങളായിട്ട് ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകളാണ്, അതായത് ഇവിടുത്തെ സ്ഥിരം താമസക്കാരാണ്. മറ്റ് വിശദാംശങ്ങൾ ഇദ്ദേഹം വ്യക്തമാക്കുന്നത്, മറ്റ് അസ്വാഭാവികതയൊന്നും തോന്നിയില്ല എന്നാണ് ഈ ഫ്ലാറ്റിലെ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ ഇവിടെ വന്നിട്ട് ഏകദേശം 11 മാസത്തോളം മാത്രമാണ് ആയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ ഇത്രയും നാളത്തെ പരിചയം വെച്ച് അത്ര അസ്വാഭാവികമായിട്ട് ഒന്നും തന്നെ തോന്നിയിരുന്നില്ല. എന്തായാലും ഇവിടുത്തെ സ്ഥിരം ആളുകൾ തന്നെയാണ്, അതായത് സ്ഥിര താമസക്കാരാണ് ഈ കുടുംബം എന്ന് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ കുടുംബത്തെ കേന്ദ്രീകരിച്ചു തന്നെയാണ്, അവർ തന്നെയാണ് കുറ്റവാളികൾ എന്നുള്ള അന്വേഷണം ഏകദേശമായി. അതിൻ്റെ ഒരു ഔദ്യോഗിക വിശദീകരണമാണ് ഇനി ലഭ്യമാകാനുള്ളത്. മറ്റ് കാര്യങ്ങളിലേക്ക് എന്തായാലും വളരെ വേഗത്തിൽ തന്നെ ഈ അന്വേഷണം പുരോഗമിക്കുകയും പ്രതികളിലേക്ക് എത്താൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നമാണ് ഈ കൃത്യത്തിലേക്ക് നയിച്ചത് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. കാരണം വളരെ പെട്ടെന്ന് ഈ റോഡിലേക്ക് ഇത് വലിച്ചെറിയുന്ന രീതിയിലാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒട്ടും പ്രീ പ്ലാൻഡ് മറ്റ് കാര്യങ്ങളൊന്നുമല്ല, വളരെ പെട്ടെന്നുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയെന്ന് മനസ്സിലാകുന്നു. എന്തായാലും 3 ആളുകളാണ് ഈ സെക്യൂരിറ്റി ജീവനക്കാരൻ്റെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് 3 പേരടങ്ങുന്ന കുടുംബമാണ് ഈ കൃത്യത്തിന് പിന്നിൽ എന്ന് വളരെ വ്യക്തമാണ്. ലിബീഷ്, അശ്വതി, കൃത്യമായി തന്നെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളിൽ ഒരു കാര്യം കൂടി വ്യക്തമാകേണ്ടതുണ്ട്.